ബിന്ദു നേരത്തെ MLA ആയിട്ടില്ല, നേരത്തെ മന്ത്രിയായിട്ടില്ല. എങ്കിലും ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഒരു വഴിക്കാക്കാൻ ബിന്ദു തന്നെ വേണം എന്നവർക്കറിയാം. അങ്ങനെ ബിന്ദു മന്ത്രിയായതുപോലെ ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ ഞാൻ എണ്ണി പറയേണ്ടതില്ല. നമുക്ക് ഓരോരുത്തർക്കും ഓർമ്മയുണ്ട്. എങ്ങനെയാണ് കണ്ണൂർ സർവകലാശാലയിൽ വൈസ് ചാൻസലറെ നിയമിച്ചത്, എങ്ങനെയാണ് വിവിധ സർവകലാശാലകളിൽ ആ വിഷയങ്ങളുണ്ടായത്, എങ്ങനെയാണ് പല കോളേജുകളിലും SFIക്കാരുടെ പ്രവർത്തനം രൂക്ഷമായത്, എങ്ങനെയാണ് ഈ BComന് തോറ്റ ആൾ MComന് അഡ്മിഷൻ കിട്ടിയത്, എങ്ങനെയാണ് ഈ നിർദ്ദിഷ്ട യോഗ്യതയില്ലാത്ത ഒരു പാർട്ടി സഖാവ് വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി താൽക്കാലിക നിയമനം നേടിയത്, എങ്ങനെയാണ് പാർട്ടി സഖാവിൻ്റെ ഭാര്യ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് നിയമനം നേടിയതൊക്കെ നമുക്കറിയാം. ഗവർണറുമായിട്ടുണ്ടായ വലിയ ഏറ്റുമുട്ടലുകൾ നമുക്ക് ഓർമ്മയുണ്ട്. യുവർ ഡാൽ വിൽ നോട്ട് കുക്ക് ഹിയർ എന്ന SFIയുടെ വിപ്ലവ തീവ്രമായ മുദ്രാവാക്യം നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഒക്കെ ആഗ്രഹിച്ച പോലെ അതിനേക്കാൾ കൂടുതലായിട്ടും ഒരു വഴിക്കാക്കി എടുക്കാനായിട്ട് ബിന്ദു സഖാവിന് സാധിച്ചു എന്നുള്ളത് ഓരോ മലയാളിയും രോമഹർഷത്തോടെ മാത്രമേ ഓർമ്മിക്കുള്ളൂ.